ഇപ്പോൾ ഒരു സങ്കടകരമായ വാർത്ത കൂടി നമ്മളോടൊപ്പം എത്തുകയാണ്. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. രാജ്കുമാർ, ദാരുണമായ സംഭവമാണ്. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു എന്ന വാർത്ത എത്തുന്നു. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ സ്കൂളിലെത്തിയ ഈ മിഥുൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ സ്കൂളിന്റെ ക്ലാസ് റൂമിന്റെ ജനാലയിൽ നിന്ന് ചെരുപ്പ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ സമയത്ത് റോഡിലേക്ക് ലക്ഷ്യമാക്കിയാണ് എറിഞ്ഞത്. പക്ഷെ അത് റോഡിലേക്ക് വീണില്ല. തൊട്ട് താഴെയുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. ആ വെയിറ്റിംഗ് ഷെഡിന്റെ മുകളിലേക്കാണ് വീണത്. അത് ഇരുമ്പ് വേഞ്ഞ വെയിറ്റിംഗ് ഷീറ്റായിരുന്നു. ഈ പുറത്ത് വന്ന ഈ വിദ്യാർത്ഥി സൺഷെയ്ഡിലൂടെ ഈ ഷെഡിന്റെ മുകളിലേക്ക് ഊന്നിറങ്ങി ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ മുകളിലൂടെ പോകുന്ന ഇലക്ട്രിക് ലൈൻ 40 വർഷമായി തൊട്ടടുത്ത ഈ കോളനിയിലേക്ക് പട്ടികവർഗ കോളനിയിലേക്ക് പോയ ഇലക്ട്രിക് ലൈൻ പണ്ട് 40 വർഷമായി ഉള്ള ലൈനാണ്. ആ ലൈനിലേക്ക് തട്ടിയിട്ടാണ് നമ്മുടെ ഈ മിഥുന് ഈ അപകടം സംഭവിച്ചത്. അങ്ങനെയാണ് ഷെഡിന്റെ മുകളിൽ കയറി ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു. അതെ, അങ്ങനെയാണ് സംഭവം. നിലവിൽ ഇപ്പൊ നമ്മുടെ സ്കൂൾ മാനേജറും മറ്റവരോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അതെ, സ്കൂളിന്റെ തന്നെ പ്രോപ്പർട്ടിയാണ് ഈ ഷെഡ്. സ്കൂളിന്റെ തന്നെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് അതാണ് ഈ ചെരുപ്പെടുത്ത് എറിഞ്ഞപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയില്ല. പകരം വീണത് ഷെഡിന്റെ മുകളിൽ സൺഷെയ്ഡിലേക്ക്. വളരെ സാഹസികമായിട്ടാണ്. ആരും ആ സമയത്ത് അത് ശ്രദ്ധിച്ചില്ല. പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു സൺഷെയ്ഡിലേക്ക് ഒരു വിദ്യാർത്ഥി ഊർന്നിറങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല രാജ്കുമാർ എന്നതൊരു ചോദ്യമാണ്. അതായത് ആ സമയം അത് അപ്പൊ സ്കൂൾ തുടങ്ങുന്ന സമയം ആയതല്ലേ ഉള്ളൂ. എല്ലാവരും അധ്യാപകർ ഉൾപ്പെടെ എല്ലാവരും എത്തുന്ന ഒരു സഹപാഠി അതെ സ്കൂളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അങ്ങനെ ഈ കുട്ടി എന്തിനിങ്ങനെ ചെയ്തു എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. സഹപാഠികളെല്ലാം കൂട്ടുകാരൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടികളുടെ മനസ്സിലാവുകയാണ്. അതെ, ഇപ്പൊ ഈ രാവിലെ സ്കൂളിൽ വന്ന സമയത്താണ്. അപ്പൊ ഇത് ഈ മറ്റുള്ള ആരുടെയും ശ്രദ്ധയിൽ പെടുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ആരും കരുതുന്ന പോലുമില്ല. ചെരുപ്പ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അതെ, ലക്ഷ്യസ്ഥാനത്തേക്ക് ആ ചെരുപ്പ് പോയില്ല. പകരം വീണത് അപ്രതീക്ഷിതമായി ഷെഡിന്റെ മുകളിൽ. പക്ഷെ സൺഷെയ്ഡിൽ ഇറങ്ങിയാൽ മാത്രമേ ആ ഷെഡിന്റെ മുകളിലേക്ക് കാൽ വെച്ച് കയറാൻ പറ്റും. പക്ഷെ അങ്ങനെ ഊർന്നിറങ്ങിയപ്പോഴാണ് മുകളിലൂടെ പോകുന്ന ലൈൻ ഈ മിഥുൻ ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് ഈ വൈദ്യുതി ആഘാതം ഏൽക്കുന്നതും മിഥുന്റെ ജീവൻ നഷ്ടപ്പെടുന്നതും. ദാരുണമായ സംഭവമാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. ചെരുപ്പെടുത്ത് പുറത്തേക്കെറിഞ്ഞു. ആ ചെരുപ്പ് ചെന്ന് വീണത് സ്കൂളിൻ്റെ ക്ലാസിൻ്റെ തൊട്ട് പുറത്തുള്ള ഈ ഷെഡിൻ്റെ മുകളിലാണ്. അപ്പോൾ ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ട് സൺഷെയ്ഡിലൂടെ ഈ ഷെഡിന് മുകളിലേക്ക് ഊർന്നിറങ്ങിയതാണ്. ആ സമയത്ത് തൊട്ട് മുകളിലൂടെ പോയ വൈദ്യുതി ലൈനിൽ തട്ടുകയും ഷോക്കടിച്ച് മരണം ഉണ്ടാവുകയുമാണ് സംഭവിച്ചത്. ഏറ്റവും ദാരുണമായ സംഭവമാണ്. വിവരങ്ങളാണ് രാജ്കുമാർ നമുക്ക് നൽകിയത്.